നമ്മുടെ തിലകൻ ചേട്ടനുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനും ചില സംശയങ്ങൾ ദൂരീകരിക്കാനുമൊക്കെ ആയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തിലകൻ ചേട്ടനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും എന്നാൽ പ്രേക്ഷകരോട് എനിക്ക് പറയാൻ സാധിച്ചിട്ടില്ലാത്തതുമായ ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം. അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത്, ആ കാലത്ത് തന്നെ നാടകം എഴുതാനുള്ള ശ്രമവും അഭിനയിക്കാനുള്ള ശ്രമവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. മറ്റ് നാടക ട്രൂപ്പുകൾ നാട്ടിൽ വരുമ്പോൾ എങ്ങനെയെങ്കിലും എന്ത് ബുദ്ധിമുട്ടിയായാലും എവിടെന്നെങ്കിലും മോഷ്ടിച്ചിട്ടായാലും ആ നാടകം ടിക്കറ്റ് എടുത്ത് കാണുക എന്നുള്ളത് ഒരു വ്രതമാക്കിയിരുന്ന കാലം. അങ്ങനെയുള്ള സമയത്ത് നിർമ്മലഗിരി കോളേജിലെ ഒരു ധനശേഖരണാർത്ഥം ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബിൻ്റെ ഒരു നാടകം, രശ്മി എന്ന് പറയുന്ന നാടകം അവതരിപ്പിക്കുന്നതായി അറിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ടിക്കറ്റൊക്കെ സംഘടിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ നാടകത്തിൻ്റെ അറിവിൻ്റെ പരിധിയിൽ ചങ്ങനാശ്ശേരി ഗീത എന്ന് പറയുന്നത് ചാച്ചപ്പൻ എന്ന് പറയുന്ന നാടക മുതലാളിയും നടനും സംവിധായകനും, അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ ആ ട്രൂപ്പിൽ എനിക്ക് അറിയൂ. അപ്പോൾ നാടകം ആരംഭിച്ചു. അതിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പള്ളിയിലെ അച്ഛനാണ്. അത് സ്വാഭാവികമായും പ്രധാന കഥാപാത്രം അഭിനയിക്കുന്നത് ചാച്ചപ്പൻ തന്നെ ആയിരിക്കുമല്ലോ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു കഥാപാത്രം, ഒരു നടൻ ഇങ്ങനെ അഭിനയിക്കുന്നു, ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ സാധിക്കുമോ, ഇങ്ങനെയൊക്കെ സംഭാഷണം പറയാൻ, ഇങ്ങനെയൊക്കെ ആ സംഭാഷണം ഒരു പ്രേക്ഷകൻ്റെ ഹൃദയത്തിലേക്ക്, അവൻ്റെ നെഞ്ചിലേക്ക് ഇടിവെട്ട് പോലെ പാഞ്ഞു കയറുമോ എന്നൊക്കെയുള്ള അത്ഭുതത്തോടു കൂടിയിട്ടാണ് ആ പള്ളിയിലച്ഛനായി അഭിനയിച്ച ചാച്ചപ്പൻ്റെ പെർഫോമൻസ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ചാച്ചപ്പൻ ചില്ലറക്കാരനല്ല എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ നാടകം കഴിഞ്ഞു. നാടകം എന്നിലുണ്ടാക്കിയ പ്രതികരണങ്ങൾ, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്തായാലും ചാച്ചപ്പൻ എന്ന നടനെപ്പറ്റി, പള്ളിയിലച്ഛനായി അഭിനയിച്ച ആ നടനെപ്പറ്റി ഞാൻ എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോൾ ആ നാടകം കണ്ട അവർ ചിലർ പറഞ്ഞു, വിഡ്ഢി, അത് ചാച്ചപ്പനല്ല, അത് തിലകൻ എന്ന് പറയുന്ന ഒരു നടനാണ്. തിലകനോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അങ്ങനെയാണ് എനിക്കന്ന് തിലകൻ എന്ന് പറയുന്ന നടനെപ്പറ്റി അറിയാനുള്ള എന്ന് വെച്ചാൽ അത്രയും പരിചയമേ നാടകത്തെപ്പറ്റി ഉണ്ടായിരുന്നുള്ളൂ, അത്രയും പ്രായമേ എനിക്കായിരുന്നുള്ളൂ എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ്. ഞാനിങ്ങനെ അങ്ങനെയുള്ള കലാകാരന്മാരെ പറ്റി അറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനുശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാനൊരു നാടക ഭ്രാന്തൻ എന്ന നിലയിൽ തിലകൻ എന്ന് പറയുന്ന നടനെപ്പറ്റി അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കാത്ത ഒരു ദിവസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും ഉത്തരം. ഇത് വെറുതെ ഭംഗിവാക്ക് പറയുന്നതൊന്നുമല്ല. തിലകൻ എന്ന് പറയുന്ന നടന് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. അത് കേരളത്തിലെ പ്രേക്ഷകർ എത്രയോ സർട്ടിഫിക്കറ്റുകൾ, പ്രേക്ഷകർ മാത്രമല്ല, പ്രേക്ഷകരെക്കാളും വലിയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അതൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അപ്പോൾ അഭിനയത്തെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻ്റർവ്യൂകളിലും പലപ്പോഴും അദ്ദേഹം എഴുതുന്ന ലേഖനങ്ങളിലും ഒക്കെ വരാറുണ്ട്. ഇപ്പോൾ ഒരു നടൻ മാത്രമല്ല, ധാരാളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള തിരഞ്ഞെടുത്ത് ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ്, ധാരാളം ചിന്തിക്കുന്ന ആളാണ്. എല്ലാ സൊസൈറ്റിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സ്വന്തമായി ഒരു അഭിപ്രായമുള്ള ആളാണ്. ആ നിലക്ക് ചില സംശയങ്ങൾ ചോദിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത്. പണ്ട് കര കാണാൻ മേലാതെ കായൽ നീണ്ട് പരന്നു കിടന്നപ്പോൾ ഇവിടെ വന്നവനാ ഞാൻ, ഒരു മേൽലാസം പോലും ഇല്ലാതെ. ചേറ് കുത്തിപ്പൊക്കി കരയുണ്ടാക്കി അതിൽ വിതച്ച് കൊയ്ത് കായലുമായിട്ട് പടവെട്ടി. പിന്നെ ഞങ്ങൾ കൂട്ടായി. ഇന്ന് ആ കായൽ എന്നെ 8 വീട്ടിൽ നടേശം മുതലാളിയാക്കി. പുസ്തകങ്ങൾ ധാരാളം വായിച്ചിട്ടുണ്ടല്ലോ. ഏറ്റവും അഭിനയത്തെപ്പറ്റി തിലകന് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ആരുടെ പുസ്തകമാണ്? പോൾ മുനി എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ അഭിനയശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം, ചെറിയ പുസ്തകം. അത് കോട്ടയം വിദ്യാർത്ഥി മിത്രം ബുക്ക് സ്റ്റാളിൽ നിന്നാണ് അത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്.
ഒരു ദിവസം ഞാൻ ചുമ്മാ ഒന്ന് വായിക്കാം എന്ന് വിചാരിച്ച് വാങ്ങിച്ചു. വേറെ അഭിനയത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എൻ്റെ ഉണ്ടായിരുന്നു. എൻ പിള്ള അങ്ങനെ ഉള്ള നടന്മാർ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അഭിനയശാസ്ത്രം വായിച്ചപ്പോൾ പോൾ മുനിയുടെ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല സന്ദർഭങ്ങളും എന്നിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി സത്യസന്ധമെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും. കാരണം ഞാൻ സ്റ്റേജിൽ അനുഭവിച്ചിട്ടുള്ള കുറേ അനുഭൂതികളും ചില ബുദ്ധിമുട്ടുകളും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഡയലോഗ് പറയാൻ വയ്യാതെ നമ്മൾ ഇമോഷണലായി പോകുന്ന സന്ദർഭമുണ്ട്. അതൊരു നടനെ സംബന്ധിച്ചുള്ള ഒരു പരാജയം എന്ന് തന്നെ പറയാം. കൺട്രോൾ വിട്ടുപോകും. പക്ഷേ നമ്മളൊരു മനുഷ്യൻ കൂടിയാണല്ലോ. അതുകൊണ്ട് ചില സമയത്ത് ഈ കഥാപാത്രം നമ്മളാണെന്ന് ധരിക്കുകയും അതിൽ നമ്മൾ വളരെയധികം എമോഷണലാകുകയും ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് പോൾ മുനി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോൾ മുനി എഴുതിയ ഈ അഭിനയശാസ്ത്രമാണ് യഥാർത്ഥ അഭിനയശാസ്ത്രം എന്നിപ്പോഴും ഞാൻ കരുതുന്നു. ശരി. ഈ അഭിനയിക്കുന്ന കഥാപാത്രം ഞാൻ തന്നെയാണ് എന്ന തോന്നലിനപ്പുറത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഓർമ്മയിലുള്ളത്? അതായത് നമ്മൾ ഒരു നാടകത്തിലോ അല്ലെങ്കിൽ ഒരു സ്ക്രീനിലോ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ആദ്യമായിട്ട് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ സംഭവിക്കുകയാണ് നാടകത്തിൽ നിന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളവിടെ കയറുമ്പോൾ തന്നെ സ്റ്റേജിലേക്ക് കയറുമോ അല്ലെങ്കിൽ കട്ടൺ ഉയരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റേജിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും തിലകൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറയും. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ അവർ തിലകനെയും ശ്രീനിവാസനെയും മറക്കുന്നു. പിന്നെ കഥാപാത്രമാണ് അവരുടെ ഉള്ളിൽ. ഒരു കാരണവശാലും നമ്മുടെ പേര് അവരുടെ ഉള്ളിൽ നിൽക്കുന്നില്ല. അതൊരു പ്രത്യേക ഒരു പവറിൻ്റെ കഴിവാണിത്. ഇത് പറയുമ്പോൾ ഞാൻ യേശുദാസ് പണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. യേശുദാസും ഞാനും കൂടെ ഒരു ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പുസ്തകമുണ്ട്, സംഗീതത്തിനെ സംബന്ധിച്ച് ഒരു വലിയ ബുക്ക്, തമിഴാണ് കംപ്ലീറ്റ്. പക്ഷേ അതിൽ സ്വരങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സംഗീത സംബന്ധമായ എന്തോ ബുക്കാണ്. അദ്ദേഹം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് എന്നോട് സംസാരിക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിലൊക്കെ പറയുന്ന ഭാഷയാണ്. ചേട്ടനെങ്ങാടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എൻ്റെ മനസ്സിലപ്പോൾ ഇങ്ങനെ തോന്നി, ഇങ്ങേരി സംസ്കൃത പദങ്ങളൊക്കെ നല്ല മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്, മലയാളം അക്ഷരങ്ങൾ നല്ല സ്ഫുടമായിട്ട് ഉച്ചരിച്ചിട്ടുണ്ട് യേശുദാസ്. പക്ഷേ സാധാരണ സംസാരിക്കുമ്പോൾ കൊച്ചി ഭാഷ കലർന്നു വരുന്നു. അതിൻ്റെ രഹസ്യം എന്താണെന്ന് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ എനിക്കറിയാൻ പാടില്ല, എൻ്റെ തൊണ്ടയിൽ ആരോ കയറി നിന്ന് എന്തോ ചെയ്യുകയാണെന്ന്. അതാണ് സത്യം. നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോഴും നമ്മൾ സ്ക്രീനിൽ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും കുറച്ച് നേരത്തേക്ക് നമ്മൾ ശ്രീനിവാസനാണല്ലെങ്കിൽ തിലകനാണെന്ന് ഓർക്കുമെങ്കിൽ കൂടി നമ്മുടെ ഉള്ളിൽ മറ്റാരോ പ്രവേശിക്കുന്ന പോലെ തോന്നി നമ്മളും നമ്മളെ മറക്കുന്നു. അത് സിനിമയിലാകുമ്പോൾ മുറിച്ചാണല്ലോ എടുക്കുക. നാടകത്തിലോ ഒറ്റ സ്ട്രെച്ചിന് പോകുന്നു, നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആക്ഷൻ കണ്ടിന്യൂറ്റി. സിനിമയിലാകുമ്പോൾ ഇത് മുറിക്കുമ്പോൾ എങ്ങനെ അഭിനയിക്കുമെന്ന് പലരും ചോദിക്കും. എന്നോട് കൽപ്പന തന്നെ ചോദിച്ചിട്ടുണ്ട്. കുടുംബവിശേഷം എന്ന് പറയുന്ന ചിത്രത്തിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന കവിയൂർ പൊന്നമ്മ അവർ മരിച്ചു കിടക്കുന്നു. അൺഎക്സ്പെക്റ്റഡാണ്. അവർ ജീവനോടെ ഇരിക്കുന്ന വെച്ച് വന്നപ്പോൾ അവർ മരിച്ചു കിടക്കുന്നു. പെട്ടെന്ന് എനിക്ക് കരയാനല്ല തോന്നി, ഒരു ചിരിയാണ് തോന്നി. ഇതെന്താ ഇങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ തോന്നി. അങ്ങനെയെല്ലാം ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നവരെല്ലാം കരയുന്നുണ്ട്. എൻ്റെ മുഖത്ത് കരച്ചിലുമല്ല ചിരിയല്ല വേറെന്തോ ഭ്രാന്തമായ ഒരു എക്സ്പ്രഷനൊക്കെ അന്നേരം വന്നത്. എങ്ങനെ വന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ യേശുദാസ് പറഞ്ഞ പോലെ ആരോ കയറി എന്തോ ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ് കട്ട് ചെയ്ത് പിന്നൊരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ക്ലോസപ്പ് എടുക്കുകയാണ്. അപ്പോഴും അതേ ഭാവം തന്നെ വന്നു. കൽപ്പന ഒരിക്കൽ എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ചു ഇതിൻ്റെ ഡബ്ബിങ് കഴിഞ്ഞിട്ട്, അങ്കിളെ അതെങ്ങനെ വന്നെങ്കിൽ പിന്നെ ക്ലോസിൽ ആ എക്സ്പ്രഷൻ എങ്ങനെ അങ്കിൾ മെയിൻറ്റെയിൻ ചെയ്തു? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ മോളെ, അങ്ങനെ സംഭവിച്ചു. പിന്നെ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ട് നമ്മൾ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രീനിവാസനും തിലകനും വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോഴും കണ്ണുനീരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുക, കാരണം നമ്മൾ ആ മൂഡിലാണ്. പെട്ടെന്ന് ഡയറക്ടർ പറയുന്നത് ചേട്ടാ റെഡിയാണ് ഒന്നിരിക്കാമെന്ന് ഇരുന്നാൽ നമ്മൾ ആ കഥാപാത്രമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറയാനൊക്കെ ഓർക്കാൻ ഒരു കാര്യമല്ലല്ലോ ഉള്ളത്. അച്ഛനറിയോ, ഇടയ്ക്കിടയ്ക്ക് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയാ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോറത്തിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച എൻ്റെ ജീവിതത്തിൻ്റെ നല്ല പങ്ക് ഞാൻ തള്ളി നീക്കിയത്. ഒരു ചായ കുടിക്കുമ്പോൾ പേടിയാ, ആ കാശ് വീട്ടിലെത്തിക്കാമല്ലോ എന്ന് ചിന്തിക്കും. മക്കൾ പഠിച്ച് വലിയവരാകണം. അവരുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം, നല്ല ഉടുപ്പ് വാങ്ങണം. മക്കൾക്ക് വേണ്ടി മാത്ര അവളും ഞാനും അകന്നും ജീവിച്ചത്. അതൊന്നും സാരാക്കണ്ടെന്നേ. സത്യത്തിൽ ഈശ്വരൻ
നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. മക്കളുണ്ടാകാൻ അനേക അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ചയും വെച്ചല്ലോ. ഇപ്പോൾ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ. ഉള്ള മക്കളൊരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ. ഇറങ്ങട്ടെ. തൃശ്ശൂരിനും പാലക്കാടിനും ഇടയിൽ വെച്ച് രണ്ട് പെൺകുട്ടികളെയും രണ്ട് ചെറുപ്പക്കാരെയും പിന്നെ സർക്കിൾ ഇൻസ്പെക്ടർ സംശയം തോന്നി അറസ്റ്റ് ചെയ്തു. അവർ കോയമ്പത്തൂർ പോവുമായിരുന്നു അത്രേ. എനിക്ക് തോന്നിയ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രണ്ട് ചെറുപ്പക്കാരികളും രണ്ട് ചെറുപ്പക്കാരും അവർക്ക് ഇഷ്ടം തോന്നിയിട്ട് കോയമ്പത്തൂരോ പിന്നെ തിരുപ്പൂരോ അവർക്ക് തോന്നുന്ന സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ പോയാൽ ഇന്ത്യയുടെ സംസ്കാരം, കേരളത്തിൻ്റെ സംസ്കാരം ഒക്കെ താഴ്ന്നു പോകും. പ്രായപൂർത്തിയായവരാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പീഡനം, ബലാത്സംഗം. നമ്മുടേത് ഒരു കള്ള സൊസൈറ്റിയാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതെ. പുരുഷ പീഡനം ആരും പറയുന്നില്ല. ഇത്രയും കാലം ഈ സൊസൈറ്റിയിൽ ജീവിച്ച തിലകൻ ചേട്ടന് അതിനെപ്പറ്റി ചില കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട പലതും നമ്മൾ പഠിക്കുന്നു. നമ്മുടെ കുട്ടികളെ അവരുടെ അടുത്ത് ഇത് നിഷിദ്ധമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ സെക്സ് എഡ്യൂക്കേഷൻ, അത് വളരെ പാത്തും പതുങ്ങിയിട്ട് മാത്രം പറയേണ്ട ഒരു വിഷയമാണ്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. മൂടി വെക്കുന്നത് എന്തും തുറന്നു വെക്കാനുള്ള ഒരു ത്വര നമ്മളിലെല്ലാം ഉണ്ട്, കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച്. അതുകൊണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ പീഡനവും കീടനവും നടക്കുന്നത് നാട്ടിൽ. അതെ. എന്തിന് ആരെ ബോധ്യപ്പെടുത്താണ് ഈ കള്ളത്തരം? കള്ളത്തരം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവർക്ക് നേരെ നിൽക്കാൻ വേണ്ടി, അവിടെ കസേര തെറിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ബോധ്യപ്പെടുത്തൽ. എന്നാൽ ഭരിക്കുന്നവരിതിൽ ഉൾപ്പെട്ടാൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പം അതിനുള്ളൊരു പരിശ്രമം നടത്തുവർ. ഇവിടെ നടക്കുന്നതൊക്കെ അതാണ്. ജനാധിപത്യം എന്ന പേരിൽ ഇവിടെ ഒരു ആധിപത്യം ഉണ്ടെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു വിഭാഗം ആൾക്കാർ ഇവിടെ ഹർത്താൽ നടത്തുമ്പം മറ്റൊരു വലിയ വിഭാഗം ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം മറ്റേ വിഭാഗത്തിന് പ്രശ്നമല്ല. ഇത് തമ്മിൽ വലിയ മാറ്റമുണ്ട്. സംഘടിത വിഭാഗമാണ് ഈ ഹർത്താൽ അനുഷ്ഠിക്കുന്നത്. അസംഘടിതരായിട്ടുള്ളൊരു ഒരു ഒരു ബഹുഭൂരിപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് കാല് ചവിട്ടി നിന്നുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ കലാകാരൻ എന്നുള്ള ഒരു ഇതിലേ നമുക്ക് പറയാൻ പറ്റും. അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കിട്ട് നാളെ വെടികൊള്ളൂ, അല്ലെങ്കിൽ ബോംബ് എറിയും. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിട്ട് എറിയലെന്നാണ്. കാരണം നമ്മൾ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് മഹാനായ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സ്വേച്ഛാധിപത്യമാണ്. അതെ. ഈയിടെ ഇന്നലത്തെ പേപ്പറിൽ തലേക്കുന്നിൽ ബഷീറിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. പണം കൊടുത്ത് അധികാരം നേരിട്ട് അധികാരത്തിലിരുന്നുകൊണ്ട് പണം ഉണ്ടാക്കുന്നു. ഒരു ക്യാപ്ഷനാണ് അത് പറഞ്ഞിരിക്കുന്നത്. ശ്രീമാൻ തലേക്കുന്നിൽ ബഷീർ MLA. എത്രയോ നാളായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അവരൊക്കെ വീർപ്പ് മുട്ടുന്നുണ്ടെന്ന് അർത്ഥം. നമ്മൾ അതാണ് മനസ്സിലാവും. അവരുടെ പൾസ്, അവരെല്ലാം വീർപ്പ് മുട്ടുന്നുണ്ട്. ഇവിടെ അങ്ങനെ എത്രയോ നേതാക്കന്മാർ വീർപ്പ് മുട്ടിയിട്ട് ഒറ്റപ്പെട്ടു പോയിട്ട് മരിച്ചവരുണ്ട്. സത്യം തുറന്ന് പറയാൻ ഉള്ള വീർപ്പുമുട്ടൽ വേദിയില്ലാതെ. അഥവാ പറഞ്ഞ പല മുഖങ്ങളും കറക്കും. ഇന്നതിൻ്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയക്കാരന് എന്തുമാകാം. അത് ഒരു ശരിയായ രാഷ്ട്രീയമാണ്. അവർ നമ്മളെ ഭരിക്കുന്നതിൽ ദുഃഖിക്കേണ്ടി വരും. ഞാൻ എല്ലാവരെയും ചേർത്തല്ല പറയുന്നത്. ഈ പറഞ്ഞ കുറേ ആൾക്കാർ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. ഇപ്പം ഒരാൾ പറഞ്ഞു ഇവിടെ ഈ അടുത്ത കാലത്ത്, ആളുടെ പേര് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്, ഒരു MLA ആയിട്ടൊരു നടനുണ്ട് നിയമസഭയിൽ, മന്ത്രിയായിട്ട്. അദ്ദേഹത്തിന് അഭിനയം മാത്രമേ അറിയൂ. അതുകൊണ്ട് അദ്ദേഹം കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുകയും അഭിനയം ഒട്ടും അറിയാൻ പറ്റാത്ത മറ്റൊരു മന്ത്രി നന്നായി പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരെയും കൂടെ ചേർത്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മളും അല്ലാതെ ഇപ്പോഴും നമ്മളെ മഠയന്മാരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രാജ്യം ഭരിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ അഭിനയം അറിയാൻ പാടില്ലാത്തവരാണ് ഏറ്റവും വലിയ നടന്മാർ ഇവിടെ ഇപ്പോൾ. അവരാണ് കലക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നോട് മുമ്പൊരിക്കൽ ഒരു പത്രക്കാരൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാണ്? അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു ലീഡറിൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹമാണ്
ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ നടൻ. നടന്നു പറഞ്ഞു. രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനവും ഒക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോൾ. സ്വന്തം അച്ഛനും അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിവില്ലാത്ത നീയൊക്കെ എങ്ങനെയാടാ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നത്? ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്, മനസ്സിലായോ? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സംഭവം ഈ നാട്ടിൽ വരേണ്ടത് അത്യാവശ്യമാണെന്ന്. ഒരു പരിധി വരെ ആവശ്യമാണ്. ഒരു പരിധി വരെ എന്ന് ഞാൻ പറഞ്ഞത് ഓരോ കുട്ടിയുടെയും പ്രായത്തിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷനാണ് വേണ്ടത്. അതെ, അല്ലെങ്കിൽ അവൻ കാട് കയറും. അത് ശരി. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും നമ്മുടെ കുട്ടികൾക്ക്? നമുക്ക് വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം. എന്താ ഇതുവരെ മനസ്സിലാക്കാതെ അതിൻ്റെ അഡ്വാൻസ് അവർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഈ എഡ്യൂക്കേഷൻ വേണം, അതിനാവശ്യമാണ് പറയുന്നേ ഉള്ളൂ. ഇതുവരെ ആരും അത് നടത്തി കണ്ടിട്ടില്ല. അതില്ലാത്തതിൻ്റെ കുഴപ്പമുണ്ട്. അല്ല, ഏറ്റവും ലോകത്ത് മനുഷ്യൻ കല്യാണം കഴിക്കുന്നു, കുഞ്ഞുങ്ങളുണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് കള്ള് ഷാപ്പ് നടത്താൻ ലൈസൻസ് കൊടുത്തിട്ടാണ് കള്ള് കുടിക്കുന്നതിനെ പിടിക്കുന്നത് അല്ലേ? അതുപോലെ മദ്യപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫോറിൻ ഗൾഫ് ഏരിയയിലാണെങ്കിൽ മദ്യപിച്ചിട്ടുണ്ടോ? ഉണ്ട്. എവിടെ നിന്നാണ് മദ്യം കിട്ടിയതെന്ന് ചോദിക്കും. അത് ഞാൻ ശ്രീനിവാസൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടോ? അദ്ദേഹത്തിന് കോട്ട ഉണ്ടോ? ഉണ്ട്. കയറി ശ്രീനിവാസൻ്റെ വീട്ടിൽ വന്നു. നിങ്ങളുടെ കോട്ട അങ്ങനെ ചോദിക്കുന്നു പോലീസ് ഓഫീസർ. കോട്ടായിൽ ബാലൻസ് ഉണ്ട്, എനിക്ക് തരാനായിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊടുക്കണം പറയും, ഇല്ലെങ്കിൽ രണ്ടുപേരും എന്താ. അതൊക്കെ ന്യായീകരണമുള്ള നിയമമാണ്. ശരിയാ. അല്ലാതെ ഇപ്പം ഒരു ശകലം മദ്യപിച്ച് മണം ഉണ്ടായിപ്പോയതിൻ്റെ പേരിൽ ഇവൻ ചെയ്യുന്ന മുഴുവൻ തെറ്റാണ്, കുറ്റമാണെന്നും പറഞ്ഞ് അവനെ ക്രിമിനലാക്കാൻ പാടില്ല. അതുപോലെയാണ് ഇതും. പ്രായപൂർത്തിയായവരാണും പെണ്ണും അവർ പ്രണയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്, വേറെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടില്ല. ഇല്ല. പ്രണയമെന്ന് പറയുന്നത് ജനറേഷൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. തീർച്ചയായിട്ടും. വേറൊരു വലിയ ചിന്ത പറഞ്ഞിട്ടുള്ളത് പ്രണയം അതിൻ്റെ എല്ലാ വേദനകളോടും കൂടി അനുഭവിച്ച് ജീവിക്കണം. അതെ, അതിന് വേദനയുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, യാതനകളുണ്ടാവും, പക്ഷെ അത് അനുഭവിക്കണം എന്നാണ്. അത് ഒരു മനുഷ്യൻ്റെ യൗവനത്തിൻ്റെ പ്രശ്നമാണ്. ഒരു മനുഷ്യൻ എപ്പോഴും യുവാവായിരിക്കുന്നതിൻ്റെ, യുവതിയായിരിക്കുന്നതിൻ്റെ ആവശ്യകതയാണ് അവനിലെ പ്രണയം എന്ന് പറയുന്നത്. അതെ, അതൊരു ഒരു പരിധി കഴിഞ്ഞാൽ അതില്ല അവന്. പിന്നെ അവൻ്റെ വ്യാപാരം വേറെ തരത്തിലാവും. ഓരോ പ്രായത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ സ്നേഹിക്കുന്നതന്നെ അങ്ങനെയാണ്. ഇപ്പം ഞാനും ശ്രീനി എൻ്റെ വലിയ സുഹൃത്താണെങ്കിൽ എൻ്റെ വൈകല്യങ്ങളൂടെ ശ്രീനി കണ്ടെത്തണം, കണ്ടിട്ട് അതുകൂടെ അംഗീകരിക്കണം. അതെ, അല്ലാത്തത് ഒരു സ്നേഹമല്ല. അപ്പം ഈ ആണും പെണ്ണും മുമ്പേ പറഞ്ഞില്ലേ, അനുഭവിക്കാവുന്ന വേദനകൾ വരെ അനുഭവിച്ചിട്ട് വേണം അതുണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലും ഈ കാര്യമുണ്ട്. കുറ്റവും കുറവുകളെല്ലാം തമ്മിൽ മനസ്സിലായിക്കൊണ്ട് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇവിടെ ഡൈവേഴ്സ് കൂടുതൽ നടക്കും. പിന്നെ ഈ കുറ്റകൃത്യമായിട്ട് ചിത്രീകരിക്കപ്പെടും പലതും. ഇപ്പം തന്നെ ഒരു പെൺകുട്ടിയെ കൊണ്ടൊരു ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത് വന്നിട്ടുണ്ട്. ആ കുട്ടി പ്രായപൂർത്തിയായിട്ടില്ല. ഇല്ല. അതുകൊണ്ട് നമുക്ക് അവരുടെ പക്ഷം നിൽക്കാനൊക്കെയല്ല. അത് ചെയ്തതിലൊരു അല്പം തെറ്റുണ്ട്. അങ്ങനെ നിയമം ഉണ്ടായിപ്പോയ സ്ഥിതി തന്നെ 16 വയസ്സുള്ള കുട്ടിക്കെന്ന് പറയുന്നു. അപ്പോൾ അത് ആ കുട്ടിക്ക് അറിഞ്ഞുകൂടാ, അവൻ്റെ പ്രായം അതായതുകൊണ്ട് അതിനറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും ഒരു പ്രായപൂർത്തിയാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരാൾക്ക് സ്വന്തമായ ഒരു സ്വഭാവം ഉണ്ടായി വരാൻ കുറച്ച് വർഷങ്ങൾ വേണം. ആ സ്വഭാവം ഉണ്ടായി വന്നാലേ അയാൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അയാൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. 18 വയസ്സ് പോലും പോരാന്നാണ് ഞാൻ പറയുന്നത്. 18 വയസ്സ് പോലും പോരാ. ഒരു 22 വയസ്സെങ്കിലും ആയാലേ സ്വന്തമായിട്ടൊരു ഒരു 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 പുരുഷനോ സ്ത്രീക്കോ ഒരു സ്വഭാവം ഉണ്ടായി വരും, സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങുള്ളൂ. അല്ലെങ്കിൽ അച്ഛൻ അമ്മ അതെ ഇങ്ങനെ പോയി. അങ്ങനെ അല്ലാത്ത ഇപ്പം ഞാൻ പറയുന്നത് ഈ കേസിൽ, ഇപ്പോൾ തിലകേട്ടൻ പറഞ്ഞ ഈ കേസിൽ സത്യമായിട്ടും ഈ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയ ആ ആൾ എന്ന് പറയുന്ന ആളാണ് കുഴപ്പക്കാരൻ. അതെ, അയാൾ പ്രായപൂർത്തിയായ ആളാണ്. പ്രായപൂർത്തിയാവാത്ത ഒരാളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ഭാഗത്തുള്ള തെറ്റാണ്. നമുക്ക് നിയമമൊന്നും അറിയില്ല, ജഡ്ജിയോ ഇല്ല, ഒന്നും. അങ്ങനെയാണോ നമുക്ക് അറിഞ്ഞുകൂടാ, സത്യം എന്താണെന്ന് പറഞ്ഞുകൂടാ. സത്യം എന്തായാലും നേരെ തിരിച്ചാണെങ്കിൽ പോലും അയാൾ ഉപദേശിച്ച് തിരുത്തണം. പത്രത്തിൽ വന്നു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതെ, അയാൾ ഉപദേശിച്ച് തിരുത്താൻ അയാൾ ബാധ്യസ്ഥനാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, തീർച്ചയായിട്ടും. അയാളുടെ പ്രായം വെച്ച് ഇനി ഈ ഭാഗത്തുനിന്ന് കുട്ടിയുടെ ഭാഗത്തുനിന്നാണ് അതൊന്നും ഉണ്ടായതെങ്കിൽ പോലും ഒന്ന് മുമ്പോട്ട് ചിന്തിച്ചാൽ മതി. അയാൾക്കൊരു കുട്ടി ഉണ്ടായിരിക്കട്ടെ, അതെ,
ആ കുട്ടിക്ക് 16 വയസ്സാകുമ്പോൾ ഇങ്ങനെ സംഭവം നടന്നാൽ അയാൾ സഹിക്കും. സഹിക്കില്ല. ഈ കുട്ടിക്ക് ഒരു അച്ഛനുണ്ട്, ഒരു അമ്മയുണ്ട്. ഒന്ന് അയാളെ ആലോചിക്കണമായിരുന്നു. അപ്പോൾ അത് തെറ്റായിട്ട് നമുക്ക് ചിത്രീകരിക്കാവുന്ന ഈ പേപ്പർ റിപ്പോർട്ട് സത്യമാണെങ്കിൽ അതെ. അച്ഛനമ്മമാര് മക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാവണം. ഒരാളൊരു പുസ്തകം എഴുതുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ചിന്തകൾ ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് കിട്ടുക. അപ്പോൾ 100 ആളുകളുടെ പുസ്തകം വായിക്കുമ്പോൾ 100 ആളുകളുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് സംശീകരിക്കാൻ പറ്റുകയാണ്. അതെ. അപ്പോൾ അവരുടെ ചിന്തകളും നമ്മുടെ ചിന്തകളും എല്ലാം കൂടി കലർന്ന് നമുക്ക് സ്വന്തമായി ഒരു കാഴ്ച ഉണ്ടാവാൻ ഈ പുസ്തകങ്ങൾ സഹായിക്കുന്നില്ലേ? ഒരു സൃഷ്ടിയും ഉണ്ടാക്കാം. അത് കോപ്പി അടിക്കാതെ ഓരോരുത്തരും ഇങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അതിലേത് ശരി, നമ്മളേത് പക്ഷം എന്ന് നോക്കിയിട്ട് നമ്മളുടേതായിട്ടൊരു സൃഷ്ടി വരെ അതിൽ നിന്നുണ്ടാക്കാം. അങ്ങനെയാണ് മുമ്പുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതെ. ഇന്നതിൽ നിന്നുള്ള പ്രചോദനം എന്നൊക്കെ പറഞ്ഞു. അതെ. ഇന്നിപ്പോൾ എല്ലാം പോയിട്ട് ഈ പറഞ്ഞ പോലെ സെക്സിലും പിന്നെ ഇതിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്രിക്കറ്റ് സമൂഹത്തിനെ ഒരു വെറും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകം കൂടെ താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ സംസ്കാരത്തിൻ്റെ പ്രശ്നമാണ് പിന്നെ വരുന്നത്. എന്ത് പാടില്ല, എന്ത് ആകാം, അത് എങ്ങനെയാകണം, ഇതൊക്കെ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരും. എഴുത്തുകാരൻ്റെ പ്രത്യേക ചില കുറിപ്പുകൾ നമ്മളെ പഠിപ്പിക്കും. ഞാൻ വായിക്കുമ്പോഴേ ഞാൻ അതിൻ്റെ കൊട്ടേഷൻസ് എഴുതിയ ബുക്കിനകത്ത് സൂക്ഷിക്കാറുണ്ട്. എന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ആ കൊട്ടേഷൻസ് മാത്രം വായിക്കാറുണ്ട്. അങ്ങനെ ചെയ്യും. എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഈ സിനിമയിൽ വരാതെ ആയപ്പോഴേ ഒരു 2 കൊല്ലം കൊണ്ട് ഈ അസുഖം വന്നതിന് ശേഷം ഞാനിങ്ങനെ കൂടുതൽ വായിക്കുന്നുണ്ട്. ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ പിന്നെ തപാലിലൂടെ അഭിനയം പഠിക്കാൻ പറ്റുമോ? തപാലിലൂടെ ഒരു ഈ MBBS പഠിക്കാൻ ഒക്കുമെന്ന് ചോദിക്കുന്നവരാണ്. ഒരു ഡോക്ടറാകാൻ പറ്റുമോ തപാലിലൂടെ പഠിച്ചിട്ട്? അല്ല, എന്തൊക്കെ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. തപാലിലൂടെ അഭിനയം പഠിച്ച് ഒരാൾ എന്നെ കാണാൻ വന്നു ഈയിടെ. സത്യമായിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു കല്ലുവെട്ടുകാരനാണ്. വീടിന് വേണ്ടി ചെത്തുകല്ല് എന്ന് പറഞ്ഞിട്ടുള്ള വെട്ടുന്നവനാണ്. കോങ്കണ്ണുണ്ട് കുറച്ച്. ഒരു ദിവസം പുള്ളി വന്നു. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു, അപ്പോൾ അഭിനയിച്ചിട്ടൊക്കെ പരിചയമുണ്ടോ? ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാ. ഞാൻ പറഞ്ഞു, അത് തിരക്കുള്ളല്ലോ. നാടകത്തിൽ അഭിനയിച്ചില്ല, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാ. എന്നുവെച്ചാൽ എവിടെ? ചേർത്തല. ഓ, അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചത്? ഇല്ല, ഞാൻ പോസ്റ്റലായിട്ടാണ് പഠിച്ചത്. അത് ശരി. അതിപ്പോൾ വലിയ തമാശയായിട്ട് തോന്നുന്നത്. പോസ്റ്റലായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ചേർത്തലയിൽ നിന്ന് അതിൻ്റെ ആൾ അയച്ചു കൊടുക്കും അത്ര. അതിന് ഫീസ് കൊടുക്കണം. എന്നിട്ട് ഇയാൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അത് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യണം അത്ര. എന്നിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് അങ്ങോട്ട് അയക്കണം അത്ര. എന്നിട്ട് അയാൾ അങ്ങനെ പോരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു റിപ്പോർട്ട് അയക്കുന്നത്. അങ്ങനെ 1-2 കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനമാണ് ഈ തപാലിൽ കൂടി. അയാൾ ഭയങ്കര നടനായി. ഇതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ പോകായിരുന്നു. ഞാനിപ്പോൾ അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ ഒരു പഠനം. പിന്നെ ഒരു ലാസ്റ്റ് ഇതും കൂടി, നമ്മളിപ്പം പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതി മതം ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ലെന്നാണ്. എങ്കിലും തിരഞ്ഞെടുപ്പിൻ്റെ ജാതി എന്നെ പോലെ തന്നെ നമ്പൂതിരിയല്ലേ അല്ലേ? അല്ല, ശ്രീനിവാസിൻ്റെ ഇടയ്ക്ക് നമ്പീശനാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ നമ്പീശനാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ TV കണ്ടു, ഇതേ പങ്ക്തിയിൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജാതി എന്ന് പറയുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്കതിനോട് യാതൊരു ഒരു അഭിമുഖ്യമില്ല ഈ ജാതി എന്നൊക്കെ പറയുന്നത്. ജാതി ചോദിക്കരുത്, അത് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. അത് നാരായണ ഗുരുസ്വാമി പറഞ്ഞാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഗുരു എന്ന് ഞാൻ വിളിക്കാൻ തയ്യാറാകുന്നത്. കാരണം ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഇന്നിപ്പോൾ നേരെ മറിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി. ശരി, അപ്പം അതിൻ്റെ ആളാണ്. അതെ, ഞാൻ അതിൻ്റെ ആളാണ്. ഞാനൊരു SNDP എന്ന് പറയുന്നു. എൻ്റെ അച്ഛനും അമ്മയും പറയുന്നു, എനിക്കറിഞ്ഞുകൂടാ. ചെറുപ്പത്തിൽ ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നിൽ ഈ മാമോദിസ വെള്ളം വീണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതെന്ന് പറയുകയാണെങ്കിൽ, മാമോദിസ നമുക്ക് എതിർക്കാൻ പറ്റാത്ത പ്രായത്തിലാണല്ലോ ചെയ്യുന്നത്. ശരിയാണ്, എതിർക്കാൻ പറ്റുന്ന പ്രായമാണ്. എൻ്റെ തലയിൽ ഒഴിക്കരുത് വെള്ളം എന്ന് പറയും ചിലർ. അല്ല, പിന്നെ അങ്ങനെ പറയുന്ന ഒരുത്തരാണ് ഞാൻ.
അത് ശരിയാണ്. എനിക്ക് ഇഷ്ടമുണ്ട്, എനിക്ക് ക്രിസ്ത്യാനി ആയാൽ മതി, അല്ല പിന്നെ ഹിന്ദു ആയാൽ മതി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈഴവന്മാരുടെ കംപ്ലീറ്റ് ഓ പോസിറ്റീവ്, നായന്മാരുടെ കംപ്ലീറ്റ് RH നെഗറ്റീവ്, പിന്നെ നമ്പൂതിരിമാരുടെ മുഴുവൻ A പോസിറ്റീവ്, ഇങ്ങനെയാണോ അത്ര ബ്ലഡ്? അതെ, ശരിയാണോ? കുമാരനാശാൻ പറഞ്ഞിട്ടില്ലേ, ആണോ? ഇവിടെ വേണം അധ്യാത്മ വിദ്യാലയം. അദ്ദേഹം SNDP ആയിരുന്നാണല്ലോ പറയുന്നത്. ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചാരമല്ലേ, മറ്റൊന്നല്ലല്ലോ. അല്ല, ബ്ലഡും അതുപോലെ തന്നെ. അതെ, ഇന്ന ജാതിക്ക് ഇന്ന ബ്ലഡ്, ഇന്ന ജാതിക്ക് O, മറ്റേ A പോസിറ്റീവ്, ഇങ്ങനൊന്നും അങ്ങനെയാണോ? അതാ ചോദിക്കുന്നത്. പിന്നെ ചിലർ ഉദരനിമിത്തം ഇങ്ങനെയൊക്കെ പറയുന്നു, പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ? അങ്ങനെയാണല്ലോ ഇപ്പോൾ പലരും ജീവിക്കുന്നത്.